തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൻ്റെ ഹൃദയഭാഗത്ത് കാലത്തെയും മനുഷ്യശേഷിയെയും വെല്ലുന്നൊരു മഹത്തായ ശില്പാത്ഭുതം നിലകൊള്ളുന്നു. ബൃഹദീശ്വര ക്ഷേത്രം. ക്രിസ്തുവർഷം 1010 മഹാനായ ചോള ചക്രവർത്തിയായ രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ച ഈ ദേവാലയം ദ്രാവിഡ ശില്പകലയുടെ ഉന്നത ശിഖരമാണ്. ആകാശത്തോട് സംസാരിക്കുന്ന 216 അടി ഉയരമുള്ള വിമാനം, അതിൻ്റെ മുകളിൽ ഏകദേശം 80 ടൺ ഭാരമുള്ള മഹത്തായ മകുടം. ഇന്നത്തെ സാങ്കേതിക വിദ്യകളില്ലാതിരുന്ന കാലത്ത് കിലോമീറ്ററുകൾ നീളമുള്ള ചരിവ് നിർമ്മിച്ച് ആ മകുടം ഉയർത്തിയെന്നത് ഇന്നും ഒരു അത്ഭുതമായി തുടരുന്നു. മുഴുവൻ ക്ഷേത്രവും ഗ്രാനൈറ്റ് കല്ലുകളിൽ നിർമ്മിച്ചിരിക്കുന്നു. എന്നാൽ തഞ്ചാവൂർ പ്രദേശത്ത് ഗ്രാനൈറ്റ് ലഭ്യമല്ല. ദൂരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഈ കല്ലുകൾ ആ കാലത്തെ എഞ്ചിനീയറിംഗിൻ്റെ മഹത്വം തെളിയിക്കുന്നു. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും കൗതുകകരമായ രഹസ്യം വിമാനത്തിൻ്റെ നിഴൽ. സൂര്യൻ്റെ പ്രകാശത്തിൽ ഇത്ര ഉയരമുള്ള ഗോപുരത്തിൻ്റെ നിഴൽ നിലത്ത് പതിക്കേണ്ടതാണെങ്കിലും ഇവിടെ അത് ക്ഷേത്രത്തിൻ്റെ അടിത്തറയിൽ തന്നെ ലയിക്കുന്നത് പോലെ തോന്നുന്നു. ഇതൊരു ശാസ്ത്രീയ കണക്കുകൂട്ടലിൻ്റെ ഫലമാണോ, അല്ലെങ്കിൽ ശില്പികളുടെ അതുല്യ ബുദ്ധിയാണോ? ഇന്നും ഇതൊരു വിസ്മയമായി തുടരുന്നു. വിപുലമായ നന്ദി പ്രതിമ, സൂക്ഷ്മമായ ശില്പവിശദാംശങ്ങൾ, ചുമരുകൾ നിറഞ്ഞ ചിത്രലേഖനങ്ങൾ. ഓരോ കല്ലും ഓരോ രേഖയും 1000 വർഷങ്ങളുടെ കഥകൾ പറയുന്നു. ഇതൊരു ആരാധനാലയം മാത്രമല്ല, ഇത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സാംസ്കാരിക അത്ഭുതമാണ്. പകൽ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഈ മഹാകാവ്യം രാത്രിയിൽ ദീപങ്ങളുടെ മൃദുല പ്രകാശത്തിൽ ഒരു ദിവ്യാനുഭവമാകുന്നു. ഭക്തിയും ശാസ്ത്രവും ശില്പകലയും ഒന്നായി ചേരുന്ന ഈ പുണ്യഭൂമി ബൃഹദീശ്വര ക്ഷേത്രം ഒരു സന്ദർശനം മാത്രമല്ല, അതൊരു അനുഭവമാണ്.